കിഫ്ബി മസാല ബോണ്ടിന് അപൂർവ നേട്ടം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മസാല ബോണ്ട് വ്യാപാരത്തിൽ കിഫ്ബിയും. ബോണ്ട് പൊതുവിപണിയിൽ ഇറക്കുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണം. ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ. ഇത് സംസ്ഥാനത്തിന്റെ നേട്ടമെന്ന് കിഫ്ബി. അടുത്ത മാസം 17-ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടും. കിഫ്ബി പുറത്തിറക്കിയ മസാല ബോണ്ടിനാണ് അത്യപൂർവ നേട്ടമുണ്ടായിരിക്കുന്നത്. കിഫ്ബി കടപ്പത്രം വഴി പുറത്തിറക്കിയ 2150 കോടി രൂപയുടെ മസാല ബോണ്ടുകൾ കനേഡിയൻ സർക്കാർ കമ്പനിയായ CDPQ നേരത്തെ വാങ്ങിയിരുന്നു. CDPQ വാങ്ങിയ മസാല ബോണ്ടുകൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെയ് 17 മുതൽ വ്യാപാരം ആരംഭിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണം ലഭിച്ചത്. കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ക്ഷണം ലഭിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് വിദേശ രാജ്യത്ത് പോകാൻ കഴിയൂ. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിക്ക് അനുമതി നൽകുമോ എന്നത് കണ്ടറിയണം. രൂപയുടെ മൂല്യമിടിഞ്ഞാലും നഷ്ടം കനേഡിയൻ കമ്പനിയായ CDPQ-നാണ് എന്നതാണ് മസാല ബോണ്ടുകൾ വഴി വിപണനം നടത്തുമ്പോഴുള്ള സംസ്ഥാനത്തിന്റെ നേട്ടം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ ഏതു തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ് കിഫ്ബിയുടെ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 50,000 കോടി രൂപ 5 വർഷം കൊണ്ട് പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 3 വർഷം കൊണ്ട് മാത്രം 42,000 കോടിയുടെ പദ്ധതികൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. 5 വർഷം പൂർത്തിയാകുമ്പോൾ നിശ്ചയിച്ചതിലധികം വർദ്ധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 50,000 കോടി രൂപ കിഫ്ബിയിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ചെലവഴിക്കുമെന്നാണ്. 3 വർഷം തികഞ്ഞില്ല, ഇനി 2 വർഷത്തിലധികം ബാക്കി നിൽക്കുന്നു. ഇപ്പോ 42,000 രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 വർഷം കൂടി ആകുമ്പോൾ 50,000 അധികം പോകുന്നതാണ് അതിന്റെ അർത്ഥം. ഇതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിലെ ഏത് തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതിന്റെ ഉത്തമമായ നിദർശനമാണിത്. കോഴയിലെ കുരുക്ക് അഴിക്കാനാകാതെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു. എന്നാൽ അന്വേഷണത്തോട് സഹകരിക്കാതെ ഒഴിഞ്ഞുമാറി MK രാഘവൻ. കോഴിക്കോട് ACP MK രാഘവന്റെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും രാഘവൻ ഇതിനോട് സഹകരിക്കുന്നില്ലെന്നാണ് സൂചന. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഇത്തരത്തിൽ MK രാഘവൻ ഈയൊരു മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ സഹകരിക്കുന്നില്ലെങ്കിൽ ഇനി എങ്ങനെ മുൻപോട്ട് പോകാനായിരിക്കും പോലീസ് തീരുമാനിക്കുക? ഇത്രയും ശ്രമകരമായി ACP ശ്രമിക്കുമ്പോഴും അതിനോട് അദ്ദേഹം അല്ലെങ്കിൽ MK രാഘവൻ സഹകരിക്കാത്തത് എന്തുകൊണ്ടാണ്? കേസ് അന്വേഷണവുമായി ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘം വരും ദിവസങ്ങളിലായിരിക്കും കൂടുതൽ തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിലവിൽ അദ്ദേഹത്തിന് വാക്കാൽ നിർദ്ദേശം, ഫോണിലൂടെ നിർദ്ദേശം നൽകിയതാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് രേഖാമൂലം തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണമെന്ന് നൽകി. ആ നിർദ്ദേശവും അദ്ദേഹം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കാരണം പ്രചരണത്തിന്റെ തിരക്കായതിനാൽ അത് കഴിഞ്ഞിട്ട് മൊഴി നൽകുക എന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്നാൽ പ്രാഥമികമായി അദ്ദേഹമാണ് മൊഴി നൽകേണ്ടത്. എന്താണ് കാരണം അദ്ദേഹവും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം ഡബ് ചെയ്തെന്നാണ് അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പരാതി അദ്ദേഹം നൽകിയിരുന്നു. ആ ഇതിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള അന്വേഷണത്തോടും അദ്ദേഹം നിലവിൽ സഹകരിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ ഇനി ഏത് തരത്തിൽ ഈ പരാതിയുമായി അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്ന് വൈകല്യം ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹം MK രാഘവൻ എന്തായാലും പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് മൊഴി കൊടുക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടുമില്ല. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. MK രാഘവനെതിരായ കോഴി ആരോപണം മുഖവിലക്കെടുക്കുന്നില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ മാധ്യമത്തിന്റേത് അപക്വമായ നടപടി. കേസ് CBI അന്വേഷിക്കട്ടെ എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, അത്തരമൊരു സംഭാഷണം നടന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? അദ്ദേഹമാണല്ലോ അതിൽ അന്തിമമായിട്ട് പറയേണ്ട കാര്യം. പിന്നീട് ഇത് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ ഏജൻസി റിപ്പോർട്ട് വരട്ടെ, അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അദ്ദേഹം എത്രത്തോളം സത്യസന്ധനാണ്,
എത്രത്തോളം സുതാര്യമായ പൊതുപ്രവർത്തനത്തിന് ഉടമയാണ്. ഇതൊക്കെ തെളിയിക്കാൻ ഇവിടെ പോകുന്നല്ലേ. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല. രാഘവനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തെ ഇപ്പോൾ ഞാൻ നിരാകരിക്കുന്നു. കേന്ദ്ര നേതൃത്വം ഗൗരവത്തിലെടുത്തിട്ടില്ല. അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയ സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയ കളക്ടറുടെ നടപടി ശരിയാണ്. ദൈവത്തിന്റെ പേര് വെച്ച് വോട്ട് തേടുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ടിക്കാറാം മീണ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വരണാധികാരി കൂടിയായ കളക്ടർ നൽകിയ നോട്ടീസ് ശരിവെച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ രംഗത്തു വന്നത്. കളക്ടറുടെ നടപടി ശരിവെച്ച അദ്ദേഹം സുരേഷ് ഗോപി പ്രാഥമിക പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതായി വ്യക്തമാക്കി. Collector has reached to a right decision and after considering the speech and the content of the speech, she has applied her mind and issued the notice correctly. നോട്ടീസിന് ലഭിക്കുന്ന മറുപടിക്ക് ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുക. വരണാധികാരിയുടെ നോട്ടീസിനെ ചോദ്യം ചെയ്ത BJP നേതാക്കളുടെ നടപടിയെയും ടിക്കാറാം മീണ ശക്തമായി വിമർശിച്ചു. എന്തോ ഒരു ഗതികേടാണ് ഒരു ഭക്തനെ സംബന്ധിച്ച്. ഇഷ്ടദേവന്റെ നാമം എന്ത് ജനാധിപത്യമാണിത്? സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം സാമൂഹ്യ സൗഹൃദം തകർക്കുന്ന നടപടിയായാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. There is an intention between this to disturb the social harmony and I am surprised and shocked that why certain political parties are very particular to use the religion and God only for getting the political votes. This is not good for democracy. ദൈവത്തെ വോട്ടിനായി വലിച്ചിഴക്കരുതെന്നും മതവും വിശ്വാസവും വ്യക്തിപരമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നിഷ്പക്ഷമാണെന്നും ചട്ടലംഘനമുണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ടിക്കാറാം മീണ ആവർത്തിച്ചു വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ ബന്ധുക്കളുടെ വീടുകളിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ്. ഇൻഡോറും ഗോവയും ഉൾപ്പെടെ 50 ഇടങ്ങളിൽ റെയ്ഡ് തുടരുന്നു. പരിശോധന മുഖ്യമന്ത്രിയുടെ അനന്തിരവൻ റതുൽപുരി അടക്കമുള്ളവരുടെ വസതിയിൽ. പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ അനന്തരവൻ റതുൽപുരിയുടെ വസതി, വ്യവസായ സ്ഥാപനങ്ങളായ മോസർ ബയർ, അമിറ ഗ്രൂപ്പ് ഓഫീസുകൾ, കമൽനാഥിന്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ പ്രവീൺ കക്കറിന്റെ ഭോപ്പാലിലെ വസതി, ഇൻഡോറിലെ ഓഫീസ്, മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറി രാജേന്ദ്രകുമാർ മിഗ്ലാനിയുടെ ദില്ലി ഗ്രീൻ പാർക്കിലെ വസതി എന്നിവിടങ്ങളിൽ പുലർച്ചെ 3 മണിയോടെ റെയ്ഡ് ആരംഭിച്ചു. കമൽനാഥിന്റെ മറ്റൊരു സഹായി പ്രതീക് ജോഷിയുടെ വസതിയിൽ നിന്നും 9 കോടി രൂപ പിടിച്ചെടുത്തു. ദില്ലിയിലാകെ 35 സ്ഥലങ്ങളിലും ഛത്തീസ്ഗഡ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലായി രാജ്യത്താകമാനം 50 സ്ഥലങ്ങളിലുമാണ് ഒരേ സമയം റെയ്ഡ്. ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹവാല പണമെത്തിയെന്ന സൂചനയെ തുടർന്നാണ് റെയ്ഡെന്ന് IT വിഭാഗം അറിയിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ കമൽനാഥ് നിയമസഭാംഗമാകാൻ ചിത്വാര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏപ്രിൽ 9-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമാകുന്നതിനിടയിലാണ് റെയ്ഡ്. കർണാടകയിൽ JDS, കോൺഗ്രസ് നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിൽ കഴിഞ്ഞ മാസം റെയ്ഡ് നടന്നതിനു പിന്നാലെയാണ് കമൽനാഥിനെ ലക്ഷ്യമിട്ട് ആദായനികുതി വകുപ്പിന്റെ പരിശോധനയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയ കമൽനാഥിന്റെ ബന്ധു റത്തുൽപുരി നേരത്തെ അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലും ആരോപണ വിധേയനാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരണപ്പെട്ട 7 വയസ്സുകാരന്റെ മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു തൊടുപുഴയ്ക്കടുത്ത ഉടുമ്പന്നൂരിൽ സംസ്കാരം നടന്നത്. നീറിക്കഴിഞ്ഞ 10 നാളുകൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങിയ 7 വയസ്സുകാരന് നാടിന്റെ അന്ത്യാഞ്ജലി. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഇൻക്വസ്റ്റിനും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ശനിയാഴ്ച രാത്രി 8:40-നാണ് അമ്മയുടെ വീടായ ഉടുമ്പന്നൂർ മഞ്ചിക്കലിൽ എത്തിച്ചത്. തുടർന്ന് അല്പസമയം പൊതുദർശനം. അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല നാട്ടുകാർക്ക്. യഥാർത്ഥത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമത്തെയാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു മനുഷ്യന് എത്രമാത്രം ക്രൂരമാകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ സംഭവം നിന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ നാടാകെ ആ കുട്ടിയുടെ ദുരിതത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിനിപ്പോൾ ഇളയ കുട്ടിയെ കൂടി ഉപദ്രവിച്ചതായിട്ട് വാർത്ത പുറത്തു വരുന്നുണ്ട്. കർശനമായ നിയമ നടപടികൾ അതിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് തലക്കേറ്റ ഗുരുതര പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പ്രതി അരുണാനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാൾ മുട്ടം സബ് ജയിലിൽ റിമാൻഡിലാണ്.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ സഹോദരൻ 3.5 വയസ്സുകാരനെ വിട്ടുകിട്ടണമെന്ന് പിതാവിന്റെ അച്ഛൻ. ആവശ്യം ചൂണ്ടിക്കാട്ടി ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് മുത്തച്ഛൻ കത്ത് നൽകി. അമ്മയുടെ കൂടെ വളരുന്നത് കുട്ടിയുടെ ഭാവി നശിപ്പിക്കുമെന്നും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ സമിതി വിശദീകരണം തേടി. തിരുവനന്തപുരം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ വിശദീകരണം ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് ഇടുക്കി CWC ചെയർമാൻ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. കുട്ടി ഇപ്പോൾ അമ്മയുടെയും മുത്തച്ഛിയുടെയും കൂടെ തൊടുപുഴയിലാണ്. അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരൻ ഇന്നലെയാണ് മരണപ്പെട്ടത്. RSPക്ക് ഇരട്ട മുഖമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബംഗാളിൽ RSP ഇടതുപക്ഷത്തിനൊപ്പമാണ്, കേരളത്തിൽ ഇടതിന് എതിരാണ്. ഇരട്ട നിലപാടിൽ വിശദീകരണം നൽകേണ്ടത് RSPയാണ്. RSPയുടെ ഇരട്ട മുഖമാണ് പുറത്തുവന്നത്. UDFനെതിരെ ആണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണമെന്നും സീതാറാം യെച്ചൂരി. RSP, everybody knows, has got one stand in Kerala, where it is with the UDF. They betrayed the LDF and went to the UDF. And in Bengal, they are with the left front. So there they are with the left, here they are against the left. Now this is the dichotomy that they have to explain. And since they are part of the UDF, my attack was concentrated on the UDF. But as far as the RSP is concerned, they double role, one in Bengal and one in Kerala. That is very, very clearly exposed. 5 വർഷം രാജ്യത്തെ തകർത്ത മോദി ഭരണത്തെ ഓർമ്മിച്ചുകൊണ്ട് വേണം ജനം പോളിംഗ് ബൂത്തിലെത്തണമെന്ന് പ്രശസ്ത കർണാടിക് സംഗീതജ്ഞൻ TM കൃഷ്ണ. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വർഗീയ ചേരിതിരിവിന് കാരണമായെന്നും കൃഷ്ണ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി കർണാടകത്തിൽ മത്സരിക്കണമായിരുന്നുവെന്നും TM കൃഷ്ണ പ്രതികരിച്ചു. കർണാടിക് സംഗീത പ്രതിഭ TM കൃഷ്ണ ദില്ലിയിൽ വെച്ചാണ് കൈരളി പീപ്പിളിനോട് മനസ്സ് തുറന്നത്. 5 വർഷത്തെ മോദി ഭരണം സാംസ്കാരികമായും സാമൂഹ്യമായും രാജ്യത്തെ തകർത്തു കളഞ്ഞുവെന്ന വിഷമം പങ്കുവച്ച കൃഷ്ണ ഇക്കാര്യത്തിൽ വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്ന നിർദ്ദേശം ഇതാണ്. My only request to every voter is think of what has happened to all these people. Please think of how many people have died. Please see how much anger there is. You know, the very fact there is so much anger in us. 4-5 years of the present government is going to culturally and socially destroy this country. And there is enough proof in the last 5 years that it's dangerous. വർഗീയമായും രാഷ്ട്രീയമായും രാജ്യം ചേരിതിരിഞ്ഞു പോരാടി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇതിനൊക്കെ പ്രേരണയായെന്നും കൃഷ്ണ വിമർശിച്ചു. The speeches given by everybody from the Prime Minister downwards has instigated this attitude. Then what happens is that people with violent thoughts think they can do what they want. And that we have seen repeatedly across this country in India. രാഹുൽ ഗാന്ധി കേരളത്തിലല്ല കർണാടകയിലാണ് മത്സരിക്കേണ്ടിയിരുന്നതെന്നും കൃഷ്ണ വ്യക്തമാക്കി. I don't understand it as yet why I would have preferred if he had taken Karnataka where he is needed. നെഞ്ചുക്ക് നീതിയും തോളുക്ക് വാളും നിറൈந்த ചുടർ മണിപോൻ സാത്. കർണാടിക് സംഗീത രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോഴും രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പോക്കിൽ ആശങ്കാകുലനാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട TM. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വർഗീയതയ്ക്ക് എണ്ണ പകരുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് വർഗീയ ജ്വരം പടർത്തി RSSന് സഹായകമായ നിലപാടെടുക്കുന്നു. വർഗീയ നിലപാടുമായി സമരസപ്പെട്ടു പോകുന്നതിലാണ് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നതെന്നും മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ പാലക്കാട് കോങ്ങാട് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ അധികാരത്തിൽ വരും, രാമക്ഷേത്രം ഞങ്ങൾ നിർമ്മിക്കും. നാം കാണേണ്ടത് എന്തിനാണ് ആ പ്രസ്താവന ഉപകരിച്ചത്. വർഗീയ ജ്വരം ഉയർത്താൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സഹായകരമായ പ്രസ്താവനയാണ് ഇവരുടെ ഭാഗത്ത് വന്നത്, കോൺഗ്രസിന്റെ ഭാഗത്ത് വന്നത്. അന്ന് വല്ലാത്തൊരു വർഗീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതില് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന നിലപാടല്ലേ ഇവർ സ്വീകരിച്ചത്. ഇതാണോ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ചെയ്യേണ്ടത്? BJPയിലേക്ക് പോകണം എന്നൊരു ചിന്ത എന്തുകൊണ്ട് കോൺഗ്രസിൽ വരുന്നു?
RSS ഉയർത്തുന്ന വർഗീയതയെ ശക്തമായി എതിരിടാൻ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് തയ്യാറാകാതെ ആ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ തയ്യാറായതിന്റെ ദുരന്തമാണ് ഈ കാണുന്നത്. എന്നാൽ അനുഭവത്തിൽ നിന്ന് വല്ല പാഠവും പഠിക്കുന്നുണ്ടോ? ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തീരദേശ ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ തീരദേശ സംഗമം സംഘടിപ്പിച്ചു. വൈപ്പിനിൽ നടന്ന സംഗമത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തീരദേശ സംഗമം ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയ്ക്കായി ഇടത് സർക്കാർ 2000 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് കോടിയേരി പറഞ്ഞു. 2021 മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് നിർമ്മിച്ചു നൽകും. ഭവനരഹിതരില്ലാത്ത തീരദേശമാണ് ഇടതു സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ചർച്ചയാക്കാതിരിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ചർച്ചയാക്കുന്നത്. വസ്തുതകളുമായി ബന്ധമില്ലാത്ത ഈ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കും മുൻപ് പരസ്യപ്പെടുത്തിയത് ദുരൂഹമാണെന്നും കോടിയേരി പറഞ്ഞു. വസ്തുതകളുമായി യാതൊരു ബന്ധവും ഈ റിപ്പോർട്ടിനില്ല. ആ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അഭിപ്രായം ഹൈക്കോടതിയിലാണ് പറയുക. എന്നിട്ട് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് അന്തിമമായി പറയുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ തീരുമാനമാണെന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ട് ചർച്ചാ വിഷയമാക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ്. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി P. രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വൈപ്പിനിൽ സംഘടിപ്പിച്ച തീരദേശ സംഗമത്തിൽ S. ശർമ്മ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, MLA മാർ, മറ്റ് LDF നേതാക്കൾ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടതുമുന്നണിക്കെതിരെ വീണ്ടും UDFന്റെ വ്യാജ പ്രചാരണം. പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാഹനവ്യൂഹത്തിൽ നിന്ന് വടിവാൾ വീണുവെന്നായിരുന്നു പ്രചാരണം. പ്രചാരണ വാഹനവ്യൂഹത്തോടൊപ്പം അണിനിരുന്ന കർഷകനായ ഷാജി ഹുസൈന്റെ കയ്യിലുണ്ടായിരുന്ന കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെട്ടുകത്തിയാണ് വടിവാളായി ചിത്രീകരിച്ചത്. വ്യാജ പ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്വമെന്നും CPIM. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് വടിവാൾ റോഡിൽ വീണെന്ന് വ്യാജ പ്രചാരണം നടത്തിയത്. പത്ര, ദൃശ്യമാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും വ്യാജ പ്രചാരണം ഏറ്റെടുത്തു. എന്നാൽ വസ്തുത ഇതാണ്. ഇത് കോണിക്കഴിയിലെ കർഷകനായ ഷാജി ഹുസൈൻ. പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് മറിഞ്ഞു വീണ വാഹനമോടിച്ചിരുന്നയാൾ വടിവാളെന്ന് പ്രചരിപ്പിച്ചത് ഷാജിയുടെ കയ്യിലുള്ള കാർഷികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വെട്ടുകത്തിയെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൃഷിയിടത്തിൽ നിന്ന് ഷാജി വാഴക്കുല വെട്ടി പതിവായി നൽകുന്ന കടയിൽ നൽകി. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയുടെ സമയമായതിനാൽ വസ്ത്രം മാറാതെ വെട്ടുകത്തി സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ച് നേരെ സ്വീകരണ സ്ഥലത്തെത്തുകയായിരുന്നു. ചോലപ്പാടത്തെത്തുന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് വേഗം സാധനം കയറ്റി അവിടെ ഇറക്കി. ഈ സാധനം ഞാൻ വീട്ടിലേക്കാൻ നിന്നില്ല. സാധനം അവിടെ വെച്ചിട്ട് എന്റെ വണ്ടിന്റെ ഇടയിൽ ഇതിൽ നിന്ന് താത്തന്നെ വെച്ചു. ശരിയായിട്ട് ഞാനത് വണ്ടിയിൽ എല്ലാവരും കൊണ്ടുപോയി കാണുന്നുണ്ട്. എന്നെ മുമ്പിലുള്ള വണ്ടി അതൊന്ന് ചവിട്ടെ എന്തോന്ന് അപ്പൊ ഞാൻ ബ്രേക്ക് പിടിച്ച സ്കൂട്ടിയാണ് മറ്റേത് ഡിയോന്റെ. അങ്ങനെ മറിഞ്ഞപ്പോ ഈ സാധനമാണ് മറിഞ്ഞു. വൈകുന്നേരം ഷാജി വാഴക്കുല കടയിൽ നൽകിയെന്ന് കടക്കാരൻ സെയ്തലവിയും പറഞ്ഞു. അവന് വാഴക്കുലയായിട്ട് വന്നു. നമുക്ക് സ്ഥിരം കൊണ്ടുവന്ന് തരാറുള്ളതാണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് ഡെയിലി കൊണ്ടുവന്നു തരാം. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ കായലിൽ പറഞ്ഞപ്പോൾ ഒരു പോലെ കൊണ്ടുവന്നു തന്നു. ഞാൻ കൊണ്ടുവന്നു അവന് അപ്പം തന്നെ വണ്ടിയിൽ പോവുകയും ചെയ്തു. അതുണ്ടായിരുന്നു. വാഴക്കുല വെട്ടി വരുമ്പോൾ അവൻ എപ്പോഴും അതുകൊണ്ടാണ് വരാറ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ പ്രചാരണങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. വ്യാജ പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണങ്ങളും ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടിയാൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് UDFും BJPയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും അവർക്ക് പറയാനില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും കിട്ടിയാൽ അത് ചർച്ചയാക്കുക. അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. വ്യാജ പ്രചാരണത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം SP-ക്ക് പരാതി നൽകി. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.